അങ്ങനെ ഗോവിന്ദ് അനാർക്കലി വരുന്ന വഴിയിൽ അവരുടെ കാർ തടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ സ്റ്റാറിനെ പോലെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതുപോലെ അനാർക്കലിയും വലിയ ഗെറ്റപ്പിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ. കാണേണ്ട കാഴ്ച തന്നെയാണ്, നല്ല അടിപൊളി സീൻ തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ അനാർക്കലി ആണെങ്കിലും പണ്ട് അച്ഛൻ മരിച്ച സമയത്ത്, ഗോവിന്ദൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ട് നിന്ന ആ ഒരു കൗമാര പ്രായക്കാരൻ്റെ ആ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും. ആ സീനും അതുപോലെ ഇപ്പോഴത്തെ ഗോവിന്ദിനെ മാറ്റി മാറ്റി കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അനാർക്കലി ആണെങ്കിലും പറയുന്നുണ്ട്, ഓ നീ ഇത്രയ്ക്ക് വളർന്ന് വലുതായല്ലേ, നിന്നെ ഞാൻ കാണണമെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ എനിക്ക് എത്രയും നേരത്തെ തന്നെ കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ അതിനുള്ള ഒരു അവസരം ഒത്തു വന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനാർക്കലി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വർത്തമാനം കേൾക്കാനൊന്നും വന്നതല്ല, എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയണം, ഭദ്രനെ നിങ്ങൾ എവിടെയാണ് കൊന്നു കുഴിച്ചു മൂടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അനാർക്കലി ഒന്ന് അന്തം വിടാണ് ചെയ്യുന്നത്. ഈ കാര്യം എങ്ങനെ അവൻ അറിഞ്ഞു എന്നുള്ള ചിന്തയാണ് കേട്ടോ അനാർക്കലിക്ക്. എന്നിട്ട് പിന്നെ അന്തം വിട്ട് നിൽക്കുന്ന അനാർക്കലി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത്. അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള ഓരോ എപ്പിസോഡും വമ്പൻ ത്രില്ലിംഗ് ആയിരിക്കും കേട്ടോ. ആരും കാണാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.